അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري വയസ്സിർ ലി അംരി. വേദിയിലും സദസ്സിലുമിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹാദരണീയരായ രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സംഘടനാ പ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന്റെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാക്കാൻ സഹായിക്കുന്ന അറിവിന്റെ, ഇൽമിന്റെ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും സമ്മേളിച്ചിട്ടുള്ളത്. ഞാൻ എന്റെ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുൻപ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായ ഒന്ന് രണ്ട് വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സമയത്തിന്റെ പരിമിതിയുണ്ട്. ഒരു സുദീർഘമായ പ്രഭാഷണത്തിന്റെ സമയമല്ല എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി ആ ഒരു വിഷയം ഞാൻ അധ്യാപനം നടത്തുന്ന കോഴിക്കോട് സിറ്റിയിലെ MM സ്കൂളിന്റെ തൊട്ടടുത്താണ് കാലിക്കറ്റ് ബീച്ച്. 2 ദിവസങ്ങൾക്ക് മുൻപ് നട്ടുച്ച നേരത്ത് ഒരു കൈക്കുഞ്ഞുമായി 26 വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു പെൺകുട്ടി ആ പൊരി വെയിലത്ത് ആ ബീച്ചിന്റെ അരികിലുള്ള കലുങ്കിൽ ഇരിക്കാൻ തുടങ്ങി. ആ പ്രദേശത്തുള്ള പലരും ആ പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ ഒറ്റക്കെന്തൊക്കെയോ പിച്ചും പേയും പറയുന്നത് പോലെ സംസാരിക്കുന്നുണ്ട്. ഇടക്കിടക്ക് നിറഞ്ഞു തൂവുന്ന കണ്ണു തുടച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കി ഒരു കുറ്റബോധം പോലെ സ്വയം എന്തോ പറയുന്നുണ്ട്. ഈ ഒരു അവസ്ഥയൊക്കെ കാണുന്ന നാട്ടുകാർക്കറിയാം ഇതെന്തോ ജീവിതം അവസാനിപ്പിക്കാനോ മറ്റെന്തോ കാരണവുമായി വന്നിരിക്കുന്ന പെൺകുട്ടിയാണ് എന്ന്. ആ നാട്ടുകാരും നോക്കി നിൽക്കെ ഈ പൈതലിനെയും കയ്യിൽ പിടിച്ച് ആ 26 വയസ്സുള്ള പെൺകുട്ടി ആർത്തലച്ചു വരുന്നൊരു തിരമാല കണ്ട് ആ തിരമാലയിലേക്ക് ഓടി കടലിന്റെ ഉള്ളിലേക്ക് ഓടിച്ചെന്ന് ആ കടലിന്റെ വെള്ളത്തിലേക്ക് വീണു. നാട്ടുകാരോടിക്കൂടി ആ പെൺകുട്ടിയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി. ആ പെൺകുട്ടിയോട് അതിന്റെ തൊട്ടടുത്തുള്ള പള്ളിയുടെ മുൻഭാഗത്ത് സ്ത്രീകളെ വിളിച്ചു വരുത്തി വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറി ആ കുഞ്ഞിനെയൊക്കെ ഒന്ന് ഭംഗിയായി കുളിപ്പിച്ച് അപ്പോഴേക്കും പോലീസും എത്തി. പോലീസുകാർ ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ സൂചിപ്പിച്ചു, മകളെ, നിന്റെ വീട്ടുകാരോട് വിവരമറിയിക്കാം. വീട്ടുകാരെവിടെ? നിന്റെ വാപ്പയെവിടെ? നിന്റെ ഭർത്താവ് എവിടെ?
ആ പെൺകുട്ടി കണ്ണുനീരോടെ തിരിച്ചു പറഞ്ഞു, എന്റെ ഭർത്താവിന് എന്നെ വേണ്ട പോലും, അയാൾക്കിപ്പോ എന്നെ കണ്ണു പിടിക്കുന്നില്ല, എന്റേൽ സമ്പത്തില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ ഉപേക്ഷിച്ച മട്ടാണ്. ഉടനെ പോലീസുകാരൻ SI ചോദിച്ചു, എങ്കിൽ മകളെ നിന്റെ ഉപ്പാനെ വിവരമറിയിക്കാം, അല്ലെങ്കിൽ ഉമ്മായ വിവരമറിയിക്കാം, നിന്റെ ആങ്ങളമാരോ അനിയത്തിമാരോ ജ്യേഷ്ഠത്തിമാരോ ആരുണ്ടെങ്കിലും നിന്റെ വീട്ടിലെ ഫോൺ നമ്പർ തന്നാൽ മതി എന്ന് പറയുമ്പോ നെഞ്ചു പൊട്ടിക്കരഞ്ഞ പെൺകുട്ടി തിരിച്ചു പറഞ്ഞു, അവരെയൊക്കെ ഞാൻ ഉപേക്ഷിച്ചതാ, എനിക്കാരുമില്ല. എന്റെ 22ാമത്തെ വയസ്സിൽ എന്നെ പഠിപ്പിച്ചിരുന്ന എന്റെ മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട്, എന്നെ ഏറെ സ്നേഹിച്ചിരുന്ന എന്റെ കുടുംബക്കാരുടെ മുഖത്ത് കരിവാരിത്തേച്ചുകൊണ്ട് എന്റെ കൂടെ പഠിച്ചൊരു ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോന്നവളാണ് ഞാൻ. എന്റെ വാപ്പയെ നിങ്ങൾ വിളിച്ചിട്ട് കാര്യമല്ല, എന്റെ കുടുംബക്കാരെന്നെ ഉപേക്ഷിച്ച മട്ടാണ്. ഞാൻ അവരെ ഉപേക്ഷിച്ചതിന്റെ കാരണത്താൽ അവരെന്നെയും ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കുടുംബങ്ങളുണ്ടായിട്ടും ആരുമില്ലാതെ ജീവിക്കുന്ന, ഒരുപാട് രക്തബന്ധങ്ങളുണ്ടായിട്ടും ആരുമില്ലാത്തവരെ പോലെ ജീവിക്കുന്ന നൂറുകണക്കിന് മുസ്ലിം അമുസ്ലിം കുടുംബങ്ങൾ ഇന്ന് നമ്മൾക്കിടയിലുണ്ട്. അതോടൊപ്പം തന്നെ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ പ്രസിദ്ധനായൊരു നടൻ വാർദ്ധക്യ സഹജമായ അസുഖം ബാധിച്ച് വൃദ്ധസദനത്തിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആയുസ്സുള്ള ആരോഗ്യകാലത്ത് അദ്ദേഹം ഒരു വലിയ നടനായിരുന്നു. ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി രാജകീയ ജീവിതം ജീവിച്ചിരുന്നൊരു നടൻ. മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിനു വേണ്ടി വൃദ്ധസദനത്തിൽ നിന്നും ആശുപത്രിയിൽ നിന്നും ആ ബോഡി ഏറ്റെടുക്കാൻ ആരും വരാതായി. പലരും ആ നടന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടു, ആർക്കും താല്പര്യമില്ല. അവസാനം നാട്ടിലുള്ള ചില സാമൂഹിക പ്രവർത്തകർ ആ ശരീരം വാങ്ങി ആ ശരീരത്തെ അടക്കാനുള്ള പണികൾ ആരംഭിക്കുമ്പോൾ വിദേശത്തുള്ള അദ്ദേഹത്തിന്റെ മക്കൾ ആ നാട്ടിലേക്ക് വന്നു. തന്റെ അച്ഛന്റെ അതല്ലെങ്കിൽ ആ നടന്റെ മരണാനന്തര കർമ്മങ്ങളിലൊക്കെ ഇടപെട്ട് അവസാനം പത്രക്കാർ ചോദിച്ചു, അച്ഛനല്ലേ, എന്നിട്ടും എന്തേ നിങ്ങൾ ആ പിതാവിന്റെ ശരീരത്തോട് അനാദരവ് കാണിക്കുന്ന രീതിയിൽ ആ ശവമൊന്ന് ഏറ്റെടുക്കാൻ പോലും നിങ്ങൾ വന്നില്ലല്ലോ, ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അച്ഛനല്ലേ എന്ന് ചോദിച്ചപ്പോ പ്രായവും പക്വതയും കുടുംബവുമുള്ള ആ മക്കൾ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അച്ഛനിൽ നിന്ന് ഒരു മക്കൾ ആഗ്രഹിക്കുന്നതൊന്നും ഞങ്ങളെ അച്ഛൻ തന്നിട്ടില്ല, ഈ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നതൊന്നും ഞങ്ങളെ അമ്മക്ക് കൊടുത്തിട്ടില്ല. പണമുള്ള കാലത്ത് കെട്ടയിച്ചിട്ട ബലൂണിനെ പോലെ ആർത്തുല്ലസിച്ച് ജീവിതം ആസ്വദിച്ചു തീർത്ത ഒരച്ഛനോട് ഞങ്ങൾക്കുള്ള പ്രതിഷേധമായിരുന്നു, അച്ഛനുണ്ടായിട്ടും അച്ഛനില്ലാത്തവരെ പോലെ ജീവിക്കേണ്ടി വന്ന ഒരു മക്കളുടെ പ്രതിഷേധമായിരുന്നു ഞങ്ങൾ പ്രകടിപ്പിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇതുപോലെ പലരും ഉണ്ടായിട്ടും ഒരുപാട് രക്തബന്ധങ്ങളുണ്ടായിട്ടും ആരുമില്ലാത്തവരെ പോലെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത്തരക്കാരോട് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്ക്, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ നമസ്കാരം റബ്ബിന്റെ അരികിൽ എത്രത്തോളം സ്വീകരിക്കപ്പെടണമോ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മൾ ചെയ്യുന്ന വിശുദ്ധ ഖുർആനിന്റെ പാരായണം, നമ്മൾ ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിന്റെ ദിക്റുകൾ, അള്ളാഹുവിന്റെ കഅബാലയത്തെ തവാഫ് ചെയ്ത് നേടിയെടുത്ത ആത്മവിശുദ്ധി, ഇതൊക്കെ റബ്ബിന്റെ അരികിൽ സ്വീകരിക്കണമെങ്കിൽ വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പരലോകബോധത്തോടൊപ്പം വൽ അർഹാം, നിങ്ങളെ കുടുംബത്തെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അള്ളാഹു ഏൽപ്പിക്കുന്ന ഹലാലായ ബന്ധങ്ങൾ, ഞാൻ ഇന്നൊരു മകനാണെങ്കിൽ, ഞാനൊരു ഭർത്താവാണെങ്കിൽ, ഞാനൊരു പിതാവാണെങ്കിൽ, ഞാനൊരു ജ്യേഷ്ഠനാണെങ്കിൽ, ഞാനൊരു അനിയനാണെങ്കിൽ, ഞാനൊരു അയൽപ്പക്കക്കാരനാണെങ്കിൽ, ഞാനൊരു മകളുടെ അല്ലെങ്കിൽ മറ്റൊരു കുടുംബത്തിന്റെ പുതിയാപ്ലയാണെങ്കിൽ, ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തന്ന ബന്ധമെന്ന മഹാ അനുഗ്രഹത്തെക്കുറിച്ച് നാളെ റബ്ബിന്റെ മുൻപിൽ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും. ആ ബന്ധങ്ങളെക്കുറിച്ച് അള്ളാഹു ചോദിക്കുമ്പോ റബ്ബിന്റെ മുൻപിൽ ആ അള്ളാഹുവിന്
കൃത്യമായ ഉത്തരം കൊടുക്കാൻ എന്റെയും നിങ്ങളുടെയും കയ്യിൽ ബന്ധത്തിന്റെ മനോഹരത ജീവിതത്തോട് ചേർത്ത് നിർത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇന്ന് അലോക്യങ്ങളാ പല കുടുംബത്തിലും. മുഖത്തോട് മുഖം നോക്കാത്തവർ, പറഞ്ഞ സലാം പോലും മടക്കാത്തവർ, മരണത്തിന്റെ മുൻപ് ശപഥം പോലെ ഇനി നീയും ഞാനുമായിട്ടൊരു ബന്ധവുമില്ല, ഞാൻ മരിച്ചാൽ പോലും എന്റെ മയ്യത്ത് കാണാൻ നീ വരേണ്ടതില്ല എന്ന വാശി പ്രകടിപ്പിക്കുന്നവർ, ഒന്നും മനസ്സറിഞ്ഞ് പുഞ്ചിരിക്കുക പോലും ചെയ്യാത്തവർ, സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പരസ്പര ജീവിതത്തിന്റെ മനോഹരങ്ങളെപ്പറ്റി വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിലൂടെ 23 വർഷം ഈ ഉമ്മത്തിനെ നന്മയിലേക്ക് കൈപിടിച്ച കറുത്ത ബിലാൽ ഇബ്നു റബാഹയെയും വെളുത്ത അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന ലോകത്തിന്റെ ഹബീബായ നബി തങ്ങളുടെ അനുയായികൾക്ക് ഇന്നും മനസ്സിന്റെ പകയും വെറുപ്പും വിദ്വേഷവും തിരുത്താനും മാറ്റാനും സാധിക്കുന്നില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുൻപിൽ നെറ്റിത്തടത്തിലെ നിസ്കാരത്തയമ്പുകളെ കൊണ്ടോ ഉടുക്കുന്ന പർദ്ദകളെ കൊണ്ടോ ഓതിത്തീർക്കുന്ന ഖുർആനുകളെ കൊണ്ടോ ചെയ്തു കൂട്ടുന്ന അമലുകളെ കൊണ്ടോ യാതൊരുവിധ നേട്ടവും ഉണ്ടാവുകയില്ല എന്ന തിരിച്ചറിവാണ് പൂർണ്ണമായ ഇസ്ലാമിന്റെ ബോധം. അതല്ലേ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും. ഏത് ബന്ധങ്ങളും മനോഹരമാക്കണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചില ക്വാളിറ്റികൾ ഉണ്ടാകണം. അത് പണമല്ല. മക്കയിലെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് അവസാനം മദീനയിൽ വെച്ച് മരണപ്പെട്ട ലോകം കണ്ട അഷ്റഫുൽ ഖൽക്ക് ദരിദ്രരിൽ ദരിദ്രനായിരുന്നു, സൗന്ദര്യത്തിൽ അതിസമ്പന്നനായിരുന്നു, ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരനായിരുന്നു, ഭാര്യമാരോടും കുടുംബത്തോടും ഏറ്റവും സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന ആ തിരുദൂതൻ ലോകത്തിന് കാണിച്ചു കൊടുത്തൊരു മാതൃകയുണ്ട്. മനുഷ്യരെ, ഈ അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിക്കുന്നവരെ, സ്നേഹമാണ് ഈ ലോകത്തിന് നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സന്ദേശം. നാളെ റബ്ബിന്റെ മുൻപിൽ അള്ളാഹുവിന്റെ നരകത്തീയിലേക്ക് എന്റെ ഉമ്മത്ത് പോകാതിരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് വചനം അന്ന് മക്കയിലും മദീനയിലും പ്രഖ്യാപിച്ച് ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ആ തൗഹീദിന്റെ വെള്ളി വെളിച്ചം കൊണ്ട് ഏകത്വത്തോടെ ഒരുമയോടെ നാഥന്റെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഈ ഉമ്മത്തിന് ലോകത്തിന്റെ തിരുദൂതൻ കൊടുത്ത ഏറ്റവും വലിയ സ്നേഹസമ്മാനം പരസ്പരം റബ്ബിന് വേണ്ടി സ്നേഹിക്കുക, അല്ലാഹുവിന് വേണ്ടി കോപിക്കുക, റബ്ബിന് വേണ്ടി നാളെ പരലോക ചിന്തയോടെ ബന്ധങ്ങളെ കൂട്ടിയണക്കാൻ പരിശ്രമിക്കുക. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ മക്കയിലെ ഇരുട്ടുള്ള രാത്രിയിൽ കൊടിയ പീഡനങ്ങൾ ശത്രുക്കൾ ഏൽപ്പിക്കുന്ന ഒരു രാത്രി അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിന്റെ വാതിലിന് ആരോ വന്നു മുട്ടി. പേടിച്ചരണ്ട് നിൽക്കുന്ന തിരുദൂതന്റെ മുഖത്ത് നോക്കി അന്ന് കൂടെയുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, വാതിൽ തുറന്നേക്കുക, താങ്കളോടൊപ്പം ഞാനുണ്ടാകും. പേടിച്ചരണ്ട് വാതിൽ തുറന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൺമുൻപിൽ കാണുന്നത് പേരിനു മാത്രം ഒരു തുണിക്കഷണം കൊണ്ട് തന്റെ നഗ്നത മറച്ച് കറുത്ത് ചുരുളമുടിയുമായി കറുത്ത ശരീരവുമായി ഒരു മനുഷ്യൻ. അത്ഭുതത്തോടെ റസൂലുള്ള ചോദിച്ചു, ആരാണ് നീ? അല്പം അടുത്തേക്ക് നീങ്ങി നിന്ന് ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, നബിയെ, അന ബിലാൽ ഇബ്നു റബാഹ, റബാഹയുടെ മകൻ ബിലാലാണ് ഞാൻ. ആരാണ് ബിലാലെ താങ്കൾ എന്ന് ചോദിച്ചപ്പോ വീണ്ടും ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുന്ന മറുപടിയുണ്ട്, ഈ മക്കയിലെ ജനാഢ്യനായ ഉമയ്യത്തിന്റെ കൊല്ലപ്പണിശാലയിൽ ആ കൊല്ലപ്പണി ചെയ്യുന്ന ഒരടിമയായ നീഗ്രോ വംശജനാണ് ഞാൻ. ഉക്കാള ചന്തയിൽ നിന്ന് തുച്ഛമായ വിലക്ക് യജമാനൻ വാങ്ങിക്കൊണ്ടുവന്ന ഒരടിമ മാത്രമാണ് നബിയെ ഞാൻ. അള്ളാഹുവിന്റെ തിരുദൂതന്റെ കൈ ചേർത്ത് പിടിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, റസൂലേ, എനിക്ക് താങ്കളോട് ഇഷ്ടം തോന്നുന്നു. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, റബ്ബിനു വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുന്ന, റബ്ബിനു വേണ്ടി അള്ളാഹുവിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടി പരസ്പരം പ്രണയിക്കുന്ന അങ്ങയോട് എനിക്ക് വല്ലാതെ താല്പര്യം തോന്നുന്നു നബിയെ. പറഞ്ഞു തീരുമ്പോഴേക്കും അള്ളാഹുവിന്റെ തിരുദൂതൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. അള്ളാഹുവിന്റെ തിരുദൂതന്റെ പിടുത്തത്തിൽ നിന്നും ബിലാൽ റളിയല്ലാഹു അൻഹു കൊതറി മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തേ ബിലാൽ, ഞാൻ പിടിച്ചത് താങ്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ? കണ്ണുനീരോടെ നെഞ്ചത്ത് സങ്കടം കൊണ്ട് വീർപ്പുമുട്ടുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞ വാക്കിങ്ങനെയാ, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ തലവട്ടം കാണുമ്പോ
കുട്ടികൾ കരിങ്കല്ല് കൊണ്ടെറിയാറാണ് പതിവ്. കരിങ്കല്ല് കൊണ്ടേറ് കിട്ടി പലപ്പോഴും ഞാൻ ഒറ്റക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. എന്റെ മുഖം കാണുമ്പോഴേക്കും പെൺകുട്ടികൾ കാർക്കിച്ച് തുപ്പാറാണ് പതിവ്. നിരവധി പെൺകുട്ടികൾ എന്റെ കോലം നോക്കി പരിഹസിച്ചിട്ടുണ്ട്. അവരെന്റെ നിറം നോക്കി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അവരെന്റെ മുഖത്തേക്കല്ലാത്ത നിലക്ക് കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. എന്നെ കാണുമ്പോഴേക്കും എന്റെ യജമാനനടക്കമുള്ള യജമാന കൂട്ടത്തിനുള്ള ഹോബി ചുട്ടുപഴിപ്പിച്ച് ഇരുമ്പ് കമ്പി കൊണ്ട് എന്റെ മുതുക്കത്തടയ്ക്കും, അല്ലെങ്കിൽ വിറക് കഷ്ണങ്ങളെടുത്ത് എന്റെ ശരീരത്തിൽ പാടുകൾ ഉണ്ടാക്കും. എന്റെ ശരീരത്തിന്റെ പാടുകളും വേദന കൊണ്ട് പൊളയുന്ന എന്റെ പൊളച്ചിലും കണ്ട് ആർത്തിച്ചിരിക്കുന്ന എന്റെ യജമാനന്റെയും നാട്ടുകാർക്കുമിടയിൽ എന്നോട് നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോ എന്റെ ഉമ്മയല്ലാത്തൊരാളും എന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല നബിയെ. ആ പിടുത്തം എന്റെ ഉമ്മാനെ എനിക്ക് ഓർമ്മയുണ്ടാക്കുന്നു. കണ്ണുനീരോടെ തിരിച്ചു പോകുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നോക്കി അള്ളാഹുവിന്റെ ഹബീബ് പുഞ്ചിരിച്ച് കരയുന്നുണ്ടെങ്കിൽ അതായിരുന്നു തിരുദൂതൻ കൊടുത്ത ബന്ധം. ജാതീയതയോ മതമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിറമോ കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ വലുപ്പമോ തറവാടിന്റെ പോരിശയോ സ്നേഹം അല്ലെങ്കിൽ പണത്തിന്റെ വലുപ്പമോ നോക്കാത്ത സ്നേഹം. ആ സ്നേഹം കൊടുക്കാനാ എക്കാലഘട്ടത്തിലും അള്ളാഹുവിന്റെ ഹബീബാ നബി തങ്ങൾ പഠിപ്പിച്ചത്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വഭാവത്തിന്റെ ഗുണം അവൻ മറ്റൊരാളെ റബ്ബിനു വേണ്ടി സ്നേഹിക്കുക എന്നുള്ളതാ. അതുകൊണ്ടല്ലേ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ രക്ഷപ്പെടുത്തേണ്ടത് സ്വന്തം നാവിനെ കൊണ്ടായിരിക്കണം. പറയുന്ന വാക്കുകൾ ബന്ധങ്ങൾ മുറിച്ചു കളയുന്നു. ആരോപണങ്ങൾ, കുത്തുവാക്കുകൾ, പരദൂഷണങ്ങൾ, നിർമ്മിക്കപ്പെടുന്ന ഊഹാപോഹങ്ങൾ ആളുകൾക്ക് ബന്ധങ്ങൾക്കിടയിൽ വേർതിരിവുകൾ ഉണ്ടാക്കുന്നു. അമിതമായ ദേഷ്യം, എന്തിനോ വേണ്ടിയുള്ള വാശി, ആരോടോയുള്ള വെറുപ്പ് മനുഷ്യന്റെ നാവുകളെ കൊണ്ടും പെരുമാറ്റങ്ങളെ കൊണ്ടും ബന്ധങ്ങൾ അകറ്റാൻ തുടങ്ങിയിരിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിൽ വന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ഔസീനി ബിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ പോണം, എന്നെ ഒന്ന് ഉപദേശിക്കണം. തിരുദൂതൻ തിരിച്ചു പറഞ്ഞ മറുപടി, ലാ തഗ്ലബ്, നീ കോപിക്കരുത്, സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാവണം. നിന്നെ ദ്രോഹിച്ചവരാണെങ്കിലും നിന്നോട് പക ചെയ്തവരാണെങ്കിലും നാഥനു വേണ്ടി നീ പൊറുക്കാനും ക്ഷമിക്കാനും തയ്യാറാവണം. എങ്കിൽ ഏത് ബന്ധങ്ങളും മനോഹരമാകും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല തന്നെ ഓർമ്മപ്പെടുത്തി, വസാരിഉ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗമെന്ന മഹാസൗഭാഗ്യത്തിനു വേണ്ടി, റബ്ബിന്റെ പാപമോചനത്തിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മത്സരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാവേണ്ട ചില ക്വാളിറ്റികളുണ്ട്. ഒന്നാമത്തെ ക്വാളിറ്റി വൽ ഖാദിമീനൽ ഗൈള, നിങ്ങൾ കോപം നിയന്ത്രിക്കണം, ബന്ധം മനോഹരമാക്കണം. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം, അവരോട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. അതുകൊണ്ടല്ലേ മക്കം ഫതഹിന്റെ അന്ന് പിടിക്കപ്പെട്ട നൂറുകണക്കിന് ശത്രുക്കൾ കൺമുൻപിൽ നിൽക്കുമ്പോ അവർക്ക് മുൻപിലൂടെ നടന്നു നീങ്ങുന്ന അള്ളാഹുവിന്റെ തിരുദൂതൻ ഒരാളെ നോക്കി മാത്രമേ കണ്ണു നിറഞ്ഞിട്ടുള്ളൂ. സ്വന്തം എളാപ്പ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടുളിയെറിഞ്ഞു കൊന്ന വഹ്ശിയുടെ മുൻപിലെത്തിയപ്പോ തിരുദൂതൻ ചോദിച്ചു, അൻത വഹ്ശി, നീയാണോ വഹ്ശി? അതെ, ഞാനാണ് വഹ്ശി. ആ വഹ്ശിയുടെ മുഖത്ത് നോക്കി പിന്നീട് കണ്ണു നിറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന മനുഷ്യർക്ക് പൊറുക്കു കൊടുത്ത് വിട്ടുവീഴ്ച കൊടുത്ത് ആ സമുദായത്തെ നന്മയിലേക്ക് കാണിക്കുന്ന സ്നേഹത്തിന്റെ സന്ദേശം, ആ സന്ദേശമാണ് മുസ്ലിം സമൂഹത്തിന്റെ സന്ദേശമെങ്കിൽ, കുടുംബത്തിന്റെ സന്ദേശമെങ്കിൽ, അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷിക്കരുത് എന്ന് പഠിപ്പിച്ചത് സ്നേഹം കൊണ്ടാണെങ്കിൽ, ഒരാളെ നിങ്ങൾ അന്യായമായി കൊന്നാൽ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും കൊന്നവനെ പോലെയാണെന്ന് സ്നേഹത്തെ മുൻനിർത്തിയാണ് പഠിപ്പിച്ചതെങ്കിൽ, യാത്രക്കിടയിലെ ഉറുമ്പ് കൂട്ടങ്ങളോടും തള്ളപ്പക്ഷിയോടും കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ചത് സ്നേഹത്തിന്റെ സന്ദേശമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സ്നേഹമാണ് ബന്ധങ്ങളിൽ നമുക്ക് കൊടുക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റ്. ആ സ്നേഹം നമ്മൾ കൊടുത്തു തുടങ്ങുന്നോ എങ്കിൽ ഏത് ബന്ധങ്ങളും മനോഹരമാക്കാൻ സാധിക്കും. ആ തിരിച്ചറിവാണ് ലോകത്തിന്റെ തിരുദൂതൻ ഈ ഉമ്മത്തിന് കൊടുത്ത ഏറ്റവും വലിയ സന്ദേശം. ഇന്ന് ആ കാലഘട്ടത്തിലെ 1950കളിലും 60കളിലും മാപ്പിള കലാപവും കോളറയും പേരറിയാത്ത സുക്കേടുകളും കേരളത്തിന്റെ മണ്ണിനെ പിടിച്ചുകുലുക്കിയപ്പോ നിരവധി മാതാപിതാക്കൾ അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങി. അന്ന് കേരളത്തിന്റെ മുക്കമൂലയിലെ മുസ്ലിം കുടുംബങ്ങൾ കേരളത്തിലെ മുസ്ലിം പ്രസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു, ആ മക്കളെ സംരക്ഷിക്കാൻ യത്തീംഖാനകൾ തുടങ്ങിക്കൂടെ എന്ന്. അൽഹംദുലില്ലാഹ്, ആ കാലഘട്ടത്തിലെ ഉന്നതനായ മഹാരന്മാർ, പണ്ഡിതന്മാർ
കേരളത്തിൽ യത്തീംഖാനകൾ ആരംഭിച്ചു. തിരൂരങ്ങാടി മുതൽ എലാങ്കോട്ട് മുതൽ കേരളത്തിന്റെ ഓരോ ജില്ലകളിലും മുക്കുമൂലകളിലും യത്തീം മക്കളെ സംരക്ഷിച്ച് അവർക്കുന്നത വിദ്യാഭ്യാസവും ജീവിത സൗകര്യങ്ങളും നേടിക്കൊടുത്തു. പക്ഷെ ഇന്ന് മുസ്ലിം സംഘടനകളോട് കേരളത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് പലരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യത്തീംഖാനകളെ പോലെ ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി പണിയെടുത്തിട്ടും ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിതം നീക്കിവെച്ചിട്ടും അവസാനം കൈകൾ ബലഹീനമാകുമ്പോ, കാഴ്ചകൾ കുറയുമ്പോ, നാവിന് പോലും ശേഷിയില്ലാതാകുമ്പോ, കഴിക്കുന്ന ഭക്ഷണം പോലും കൃത്യമായി സ്വന്തം തൊണ്ടയിലേക്ക് വെക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോ പാതയോര വക്കുകളിലേക്കും കടത്തിണ്ണയിലേക്കും വീട്ടിന്റെ പോർച്ചിലേക്കും ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി, ഈ സാധുക്കൾക്ക് വേണ്ടി ഒരു വൃദ്ധസദനം പേര് മാറ്റിയിട്ടെങ്കിലും നിങ്ങൾക്ക് തുടങ്ങിക്കൂടെ എന്ന് പല മുസ്ലിം പ്രസ്ഥാനങ്ങളോടും കേരളീയ ജനത ചോദിച്ചു തുടങ്ങി. എന്തേ കാരണം? നമസ്കരിക്കുന്ന മക്കൾക്ക് മാതാപിതാക്കളെ പരിഗണിക്കാൻ പറ്റുന്നില്ല. ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ നെടുംതൂണുകളാകുന്ന മക്കൾക്ക്, ഉമ്മമാർക്ക് വീട്ടിലെ മാതാപിതാക്കളോട് മാന്യമായി പെരുമാറാൻ പറ്റുന്നില്ല. പാതയോര വക്കുകളിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൂരപ്പറമ്പുകളിലും വാങ്ങുന്ന കളിപ്പാവകൾക്ക് പോലും 250 500 വിലയിടുമ്പോ ജീവനുള്ള മനസ്സുള്ള ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ഹൃദയവും ഹൃദയത്തിന്റെ ചിന്തകളും ശരീരത്തിന്റെ ഞരമ്പുകളും ജീവിതത്തിന്റെ സർവവും നീക്കിവെച്ച മാതാപിതാക്കൾക്ക് 250 പോട്ടെ, ഒരു 25 രൂപയുടെ വില പോലും ഇന്ന് പല കുടുംബത്തിലും മക്കൾ കൊടുക്കുന്നില്ല. കവി പാടിയതുപോലെ തൊട്ടിലാട്ടുന്ന കൈകൾ തൊട്ടകാലം മറന്നുപോയി, തൊട്ടിലാട്ടിയിരുന്ന കൈകൾ തൊട്ടകാലം മറന്നുപോയി. അല്ലേ? ചിന്തിച്ചു നോക്കൂ. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു മകൻ കണ്ണുനീരോടെ പറഞ്ഞൊരു വാക്കുണ്ട്. അവസാനമായി തന്റെ പിതാവിനെ ഐസിയുവിന്റെ ഉള്ളിൽ കയറി ചെന്ന് തന്റെ പിതാവിന്റെ കൈയൊന്ന് മുറുകെ പിടിച്ചപ്പോ തിരിച്ചു പിടിച്ച വാപ്പാന്റെ പിടുത്തം അവൻ കണ്ണുനീരോടെ പറയുന്നു, ഞാൻ അറിഞ്ഞു എന്റെ വാപ്പാന്റെ ശക്തി, ആയുസ്സുള്ള കാലത്തെന്റെ പിതാവിന്റെ കൈയിന്റെ ശക്തി ആ മരിക്കുന്ന സെക്കൻഡിൽ എന്റെ പിതാവിന്റെ കൈയിലൂടെ ഞാൻ അറിഞ്ഞു. വല്ലാത്തൊരു ശക്തി, വല്ലാത്തൊരു മാർദ്ദവം, വല്ലാത്തൊരു ആ ജീവിതത്തിലേക്ക് ആ കൈയുടെ ഫലം ഞാൻ അറിഞ്ഞു. എന്റെ പിതാവിനെ ഒന്ന് കൈയറിഞ്ഞു തൊടാൻ അദ്ദേഹത്തിന്റെ അവസാന നിമിഷം വേണ്ടി വന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഓരോ കൈകളും തൊട്ടകാലം നമ്മൾ മറന്നിട്ടുണ്ട്. ഉണ്ടോ? സ്വന്തം വീട്ടിലിരിക്കുന്ന വാപ്പാന്റെ കൈയൊന്ന് പിടിച്ചാൽ 1000 സുക്കേടുകൾക്ക് ഗുളികകൾക്കുള്ള മരുന്നാണ് സ്നേഹമെന്ന പരിചരണം. ചേർത്ത് പിടിക്കൽ, ചേർത്തു നിർത്തൽ, അത് ഉമ്മയായാലും വാപ്പയായാലും നെഞ്ചിന്റെ ഉള്ളിൽ നിന്നും അമർന്ന് മക്കളുടെ സിരകളിലേക്ക് എത്തിക്കൊടുത്ത് മക്കളുടെ വളർച്ച കണ്ട് സന്തോഷിച്ചിരുന്ന സാധു പെൺമക്കൾ, സാധു ഉമ്മമാർ. ഇന്നത്തെ പല പെൺമക്കൾക്കും 1 2 പ്രസവത്തോടെ പ്രസവം മതി എന്ന് തീരുമാനിക്കുകയും പ്രസവിക്കലൊക്കെ വലിയ ബാധ്യതയാണെന്ന തിരിച്ചറിവോടുകൂടി നവലിബറൽ ചിന്തകളിലേക്ക് പെണ്ണ് പെണ്ണിനെയും ആണ് ആണിനെയും കല്യാണം കഴിക്കലൊക്കെ കാലഹരണപ്പെട്ട ചിന്താഗതി, ലിവിംഗ് ടുഗദറുകൾ മതി, അല്ലെങ്കിൽ കമ്പയർ സ്റ്റഡി മതി, ഒരുമിച്ചൊരു ജീവിതം 6 മാസത്തേക്ക് മതി എന്ന് ചിന്തിക്കുന്ന ആധുനിക പെൺമക്കൾക്ക് മുൻപിൽ 5ഉം 8ഉം പ്രസവിച്ച് 10ഉം 12ഉം മക്കളെ നോക്കി കണക്കെഴുതി വെക്കാത്ത, ഒരു അളവ് പോലും ഇല്ലാത്ത ആയുസ്സിന്റെ ജീവന്റെ ബലം കൊണ്ട് അവസാന സെക്കൻഡ് പോലും മക്കളെ എന്നാർത്ത് വിളിച്ച് മക്കൾക്ക് വേണ്ടി പ്രാണൻ വെടിഞ്ഞ് ജീവിച്ചിരുന്ന ഒരുമ്മയെ, ഒരു വാപ്പയെ പരിഗണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അള്ളാഹു ഒരിക്കലും പള്ളികളിൽ മാത്രമല്ല, അള്ളാഹു ഒരിക്കലും കഅബാലയത്തിങ്കൽ മാത്രമല്ല, അള്ളാഹു ഒരിക്കലും ഓതുന്ന തുറക്കുന്ന ഖുർആനിന്റെ ഉള്ളിൽ മാത്രമല്ല, അള്ളാഹു ഒരിക്കലും ആയിരങ്ങളുടെ നോട്ടുകളുടെ ദാനധർമ്മത്തിന്റെ ഉള്ളിലല്ല, അള്ളാഹു ഒരിക്കലും നമസ്കാരപ്പായയിലെ കൈനീട്ടി പ്രാർത്ഥിക്കുന്ന പായക്കടിയിലല്ല. അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ. ഉമ്മന്റെ വാപ്പന്റെ തൃപ്തി, അവിടെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാം. ഉമ്മയുടെ വാപ്പയുടെ കോപം, അവിടെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ എനിക്ക് അള്ളാഹു തന്ന അഡ്രസ്സാണ് എന്റെ മാതാപിതാക്കളെങ്കിൽ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വേദനയറിയാതെ, വേദനയുടെ നീറലുകളില്ലാതെ, സങ്കടം കൊണ്ട് വീർപ്പുമുട്ടുന്ന നീറലിന്റെ സങ്കടങ്ങളില്ലാതെ അവരല്ലാഹുവിന്റെ അരികിലേക്ക് യാത്രയാക്കാൻ പറ്റുന്ന സ്നേഹത്തിന്റെ ഉടമകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ആളുകൾക്ക് തമാശയാ. ചിന്തിച്ചു നോക്കണം, ഈ ലോകത്ത് നിന്നും തിരിച്ചൊരു യാത്ര എനിക്കും നിങ്ങൾക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നാളെ നേരം വെളുക്കുന്ന സമയത്ത്
ഈ കൂട്ടത്തിൽ എത്ര പേർ ചെമ്പക്കുത്ത് കുഴിച്ചു വെക്കപ്പെട്ട കബറിന്റെ അവകാശികൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ലെന്ന് പറയാൻ? നന്മണ്ടയിലെ കാരക്കുന്നത്ത മസ്ജിദിൽ കുഴിച്ചു വെക്കപ്പെട്ട കബറിൽ ഞാൻ ഉണ്ടാവില്ലെന്ന് പറയാൻ ഈ ഇരിക്കുന്നൊരു വാപ്പാർക്കും ഉമ്മാർക്കും മക്കൾക്കും സാധിക്കുകയില്ല. കാരണം വന്നിട്ടുണ്ടോ മടങ്ങിയേ മതിയാകൂ. കോടികൾ കയ്യിലുണ്ടോ മടങ്ങിയേ മതിയാകൂ. സൗന്ദര്യത്തിന്റെ അളവുകോല് ജീവിതത്തിലുണ്ടോ മടങ്ങിയേ മതിയാകൂ. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നെഞ്ചിന്റെ ഉള്ളിലുണ്ടോ മടങ്ങിയേ മതിയാകൂ. നബിയെ, അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടില്ലേ? മിൻ അയ്യു ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅക്ബറ സുമ്മ ഇദാ ശാഅ അൻശറ. മരിക്കും. സുമ്മ അമാതഹു ഫഅക്ബറ. തീർച്ചയായും ഞാനും നിങ്ങളും മണ്ണിന്റെ അടിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ആ മണ്ണിനടിയിൽ അല്ലാഹു നമ്മളെ കാത്തിരിക്കണം. ഓരോന്നും അളവ് നോക്കി വേർതിരിച്ച് നിശ്ചയിച്ച് അല്ലാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും. ചിന്തിച്ചു നോക്കണേ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് ചെല്ലുന്നത് ഒരാളെ വേദനിപ്പിച്ചിട്ടാണെങ്കിൽ, ഒരാളെ മനസ്സ് സങ്കടപ്പെടുത്തിയിട്ടാണെങ്കിൽ, ഒരാളെ കരയിപ്പിച്ചിട്ടാണെങ്കിൽ, ഒരാളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ, ആ മനുഷ്യന്റെ പൊരുത്തം കിട്ടാത്ത കാലത്തോളം മണ്ണിനടിയിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുകയില്ല. ആ പൊരുത്തം വാങ്ങേണ്ടത് ജീവിച്ചിരിക്കുന്ന കാലത്ത്, അല്ലാതെ മരിച്ച വാപ്പാന്റെ തലക്കും ഭാഗത്ത് മക്കളെ കൈമേൽ മൈക്ക് കൊടുത്തിട്ട് വാങ്ങേണ്ടതല്ല പൊരുത്തം. ജീവിച്ചിരിക്കുന്ന കാലത്ത് റബീഉൽ അവ്വൽ 12 വഫാത്താകുന്ന ലോകത്തിന്റെ ഹബീബാ നബി തങ്ങള് റബീഉൽ അവ്വൽ 10 മദീനത്തെ പള്ളിയിൽ വന്ന് തന്റെ 100 കണക്കിന് സഹാബത്തിനോന്റെ മുൻപിൽ അള്ളാഹുവിന്റെ കോടതിയിലുള്ള ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പൊരുത്തം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വാക്കുകളെ കൊണ്ട് വേദനിപ്പിച്ചവരോട് വാക്കുകളെ കൊണ്ട് പൊരുത്തം വാങ്ങണം. സംസാരങ്ങളിലൂടെ മനസ്സ് വേദനിപ്പിച്ചവരോട് സംസാരത്തിലൂടെ പൊരുത്തം വാങ്ങണം. നോട്ടം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒരാളുടെ മനസ്സിൽ സങ്കടത്തിന്റെ വീർപ്പുമുട്ടലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അത് മക്കളാവട്ടെ, മരുമക്കളാവട്ടെ, അയൽപ്പക്കക്കാരനാവട്ടെ, മകൻ കെട്ടിയ വീട്ടുകാരാവട്ടെ, മകളെ കെട്ടിയ വീട്ടുകാരാവട്ടെ, പ്രാസ്ഥാനിക സമൂഹത്തിന്റെ നാനാതുറകളിൽ ഇടപെടുന്ന ആണാവട്ടെ, പെണ്ണാവട്ടെ, നേതാക്കളാവട്ടെ, മനുഷ്യരാവട്ടെ, ആ പൊരുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുൻപിൽ നമ്മളേറെ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതൻ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചതും അക്മലുൽ ഈമാൻ. എന്താ ഈമാനിന്റെ പൂർത്തീകരണം? അത് നമ്മൾ ധരിക്കുന്ന വെള്ള വസ്ത്രത്തിന്റെ പവിത്രതയല്ല, അല്ലെങ്കിൽ വേഷം കെട്ടുന്ന ഇസ്ലാമിക ചിഹ്നങ്ങളുടെ പവിത്രത മാത്രമല്ല. അക്മലുൽ ഈമാൻ, ഈമാനിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ അഹ്സനുക്കും ഖുലുക, സ്വഭാവം നന്നാക്കണം. സ്വഭാവം നന്നാക്കണം. എന്റെ സ്വഭാവം കൊണ്ട് ഒരാൾ പോലും സങ്കടപ്പെട്ടിട്ടില്ല എന്നുറപ്പ് വരുത്താൻ പറ്റണം. അതിൽ പ്രധാനി എന്റെ മാതാപിതാക്കളാ, അതിൽ പ്രധാനി എന്റെ ഭാര്യയും മക്കളുമാ, അതിൽ പ്രധാനി എന്റെ സമൂഹമാ, അതിൽ പ്രധാനി ഞാനുമായിട്ട് ഇടപെടുന്നവരാ. അതുകൊണ്ട് ആ മുത്തുനബി പഠിപ്പിച്ചതും നിങ്ങൾക്ക് കേൾക്കണോ? അള്ളാഹുവിന്റെ അരികിൽ സ്വതക്കയായി റബ്ബ് നിശ്ചയിച്ച ഏറ്റവും ചെറിയൊരു കാര്യം നിങ്ങളൊന്ന് മുഖത്തേക്ക് മുഖം നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളതാ. പുഞ്ചിരിക്ക് പോലും സ്വതക്കയുടെ കൂലിയുണ്ടെന്ന് ലോകത്തെ പഠിപ്പിച്ച ആചാര്യൻ ത്വഹ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാന്റെ അനുയായികൾക്ക് ഇന്നും പകയും വെറുപ്പും വിദ്വേഷവും അഹന്തയും അഹങ്കാരവും മനസ്സിൽ കൊണ്ടു നടക്കാനാണ് താല്പര്യമെങ്കിൽ, നാളെ റബ്ബിന്റെ മുൻപിൽ ഈ നമസ്കാരം ചോദ്യം ചെയ്യപ്പെടും, നമ്മളെ ഹജ്ജ് ചോദ്യം ചെയ്യപ്പെടും, നമ്മളെ ഇബാദത്തുകൾ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അള്ളാഹുവിന്റെ ദീനിനെ മുൻനിർത്തിയിട്ട് സ്നേഹം നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കണം. നമുക്ക് കിട്ടേണ്ട അനന്തര സ്വത്വം നമ്മൾ ജീവിച്ച കാലം കൊണ്ട് നേടിയെടുത്തിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയാ. നാളെ നന്മണ്ട പള്ളിയിൽ, കാരക്കുന്നത്തെ ചെമ്പക്കുത്ത പള്ളിയിൽ അള്ളാഹുവിന്റെ മണ്ണിലേക്ക് എന്നെ ഇറക്കി വെക്കുമ്പോ എന്റെ മയ്യത്ത് നമസ്കരിക്കാൻ ഇക്കൂട്ടത്തിൽ ഒരാൾക്കും വരാൻ പറ്റിയിട്ടില്ലെങ്കിലും, നമ്മളുടെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആർക്കും ആ മയ്യത്ത് നമസ്കരിക്കാൻ നമ്മളെ പള്ളിയിലേക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിലും, മരണവാർത്ത കേൾക്കുമ്പോ ഒന്ന് മനസ്സറിഞ്ഞിട്ടൊരാൾക്ക് പറയാൻ പറ്റണം, നല്ല മനുഷ്യനായിരുന്നു റബ്ബേ, എപ്പ കണ്ടാലും ചിരിക്കും, എപ്പ കണ്ടാലും സ്നേഹം കാണിക്കും, എപ്പ കണ്ടാലും നല്ല നിലക്ക് ജീവിതത്തിലേക്ക് ഇടപെടും. അയാളായിരുന്നു ആ കുടുംബത്തിന്റെ ഒരു ഭംഗി. ആളുകളെ കൂട്ടിപ്പിടിക്കാനും ചേർത്ത് പിടിക്കാനും ആ സന്തോഷത്തോടെ ആ കുടുംബം മുൻപോട്ട് കൊണ്ടുപോകാനും ആ ഉമ്മയായിരുന്നു, ആ വാപ്പയായിരുന്നു, ആ കാരണവരായിരുന്നു, ആ മൂത്താപ്പയായിരുന്നു, ആ മൂത്ത ജ്യേഷ്ഠനായിരുന്നു എന്ന് നമ്മളെപ്പറ്റി മരിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ അരികിലേക്ക് ഒരു മനസ്സറിഞ്ഞ പ്രാർത്ഥന
നമ്മളെ നാട്ടിലും നമ്മളെ അറിയുന്നവരും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതാണ് അനന്തര സ്വത്ത്. അല്ലാത്ത അനന്തര സ്വത്തൊക്കെ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചു പോകേണ്ടതാ. 50ഉം 60ഉം പവനുള്ളവർക്ക് പണത്തൂക്കം കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. 10ഉം 40ഉം 100ഉം ഏക്കറയുള്ളവർക്ക് ഒരേക്കറയിലെ ഒരു കല്ല് പോലും അള്ളാന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ധനാഢ്യനാവട്ടെ, പാമരനാവട്ടെ, സുമുഖനാവട്ടെ, സുന്ദരനാവട്ടെ, കറുത്തവനാവട്ടെ, വെളുത്തവനാകട്ടെ, ഇനി അതല്ല പ്രമാണിയാവട്ടെ, നേതാവാകട്ടെ, അണികളാവട്ടെ, അള്ളാന്റെ മണ്ണിലേക്ക് ഇറക്കി വെച്ച് 3 പിടി മണ്ണ് വാരിയിടുമ്പം നാട്ടുകാരും കുടുംബങ്ങളും ചോദിക്കുന്ന ചോദ്യം മയ്യത്ത് മറമാടിയോ എന്നാണെങ്കിൽ അവിടെ പണമോ ജാതിയോ അല്ലെങ്കിൽ തറവാടോ മറ്റൊന്നും നമുക്ക് പേരായി നൽകപ്പെടുന്നില്ലെങ്കിൽ മയ്യത്തായി അള്ളാന്റെ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ കിടക്കുമ്പോ മനസ്സമാധാനത്തോടെ കിടക്കാൻ പറ്റണം. ഒരാളെയും വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം. ഒരു ബന്ധവും മുറിക്കാതെ ജീവിക്കാൻ പറ്റണം. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കണം, അള്ളാഹുവിന് വേണ്ടി കോപിക്കണം, നാഥന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പരസ്പരം സ്നേഹിക്കണം, ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തണം. ആ തിരിച്ചറിവാണ് ഇസ്ലാം, സമർപ്പണം. അല്ലാതെ ഇസ്ലാം എന്നാൽ കേവലം യാന്ത്രികമായ റുക്കൂഉം സുജൂദുകളും മാത്രമല്ല. ആ ഇസ്ലാം എന്നാൽ 2 വസ്ത്രം ധരിച്ച തവാഫിന്റെ മേമ്പടികൾ മാത്രമല്ല. ഇസ്ലാം എന്നാൽ ആ പൂർണ്ണമായ കീഴ്വണക്കം. റബ്ബേ, നിന്റെ മുൻപിൽ ഞാൻ എന്റെ നെറ്റിത്തടം ചേർത്ത് വെക്കുന്നുണ്ടെങ്കിൽ, റബ്ബേ നിനക്ക് വേണ്ടി ഞാൻ തവാഫ് ചെയ്യുന്നുണ്ടെങ്കിൽ, റബ്ബേ നിനക്ക് വേണ്ടി ഞാൻ എന്റെ അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം നടത്തുന്നുണ്ടെങ്കിൽ ഇതെല്ലാം എനിക്ക് ഉപകാരപ്പെടണം. അതിനെന്റെ സ്വഭാവം, എന്റെ സ്നേഹം, എന്റെ മനസ്സ് നിന്റെ ദീനിലേക്ക് പാകപ്പെടുത്തുന്ന ഒരു മാറ്റം എനിക്ക് നൽകണേ റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ ബിരുദം വാങ്ങിയ മക്കളോട്, അല്ലെങ്കിൽ ബിരുദത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ യുവതലമുറയോട് വലിയ ഉത്തരവാദിത്തമാണ് ഇന്നത്തെ സമൂഹത്തിന് കിട്ടിയിട്ടുള്ളത്. 6 വർഷക്കാലത്തോളം ഈ മണ്ണിൽ നടന്ന് ഈ പ്രദേശത്തെ പലരുടെയും സഹായത്തും കൊണ്ടും ഈ കേരളത്തിലെയും പുറം രാജ്യങ്ങളിലെയും പലരുടെയും സഹകരണം കൊണ്ടും ഈ സ്നേഹനിധികളായ അധ്യാപകരെ കൊണ്ടും ഈ നെഞ്ചിനുള്ളിൽ ഈ അള്ളാഹുവിന്റെ ദീന് കയറിയിട്ടുണ്ടെങ്കിൽ, ആ ദീനാണ് ഈ ഉമ്മത്തിന് ഇന്നും അറിയിച്ചു കൊടുക്കുന്നതെങ്കിൽ പിന്നിലിരിക്കുന്നവർക്കും മുന്നിലിരിക്കുന്നവർക്കും അള്ളാഹുവിന്റെ കൂലി നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ നിയ്യത്ത് തന്നെ ഇന്നത്തെ ബിരുദക്കാർക്കും ഇന്നത്തെ സമൂഹം വകവെച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലിബറലിസം വളർന്നുകൊണ്ടിരിക്കുകയാ. മാരകമായ വിപരീതത്തിലേക്ക്, ലഹരിയിലേക്ക് നമ്മളെ തലമുറ നീങ്ങിക്കൊണ്ടിരിക്കുകയാ. ചുണ്ടിലെരിയുന്ന സിഗരറ്റും നാവിനടിയിൽ തിരുകലും മൂക്കിലേക്ക് വലിച്ചുകയറ്റലും ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തലും ആണത്തമാണെന്ന് പഠിപ്പിക്കുന്ന ആധുനിക ലിബറൽ സിനിമകൾ പോലും മക്കളെ സ്വാധീനിക്കുന്നതിന്റെ ലക്ഷണമാ വയലൻസ് ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയായി നമ്മളെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഏക സിവിൽ കോഡിന്റെ നിയമത്തെ പോലും പരിഹാസിച്ചുകൊണ്ട് എന്തേ ഒരുമിച്ച് കത്തിച്ചാൽ എല്ലാവരെയും ഒരുമിച്ച് കത്തിച്ചാ പോരെ, ജാതിയും മതവും നോക്കാതെ കെട്ടിയാ പോരെ എന്ന് മക്കളും പെൺമക്കളും ചോദിക്കുന്നുണ്ടെങ്കിൽ വിവാഹമേ വേണ്ട, എനിക്ക് പഠിക്കണം, പഠിച്ച് കാലിൽ നിൽക്കണം, എന്നിട്ട് ഞാൻ പണിക്ക് പോയി പിയാപ്രനെ പോറ്റണം എന്നൊരു ചിന്തയിലേക്ക് പോലും പെൺമക്കളെത്തി. വിവാഹമേ വേണ്ട എന്ന് 25 വയസ്സായിട്ടും പെൺമക്കൾ പറയുന്നുണ്ടെങ്കിൽ ബാധ്യതകൾ അവസാനിച്ചതല്ല, ബാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാ. അള്ളാഹുവിന്റെ ദീനിൽ അതിൽ മാത്രമേ സമാധാനമുള്ളൂ എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പഠിച്ചോ, അറിവ് നേടിക്കോ, ഭൗതിക ഡിഗ്രികൾ വാങ്ങിക്കൂടിക്കോ, എന്നാലും ഒരാണിന്റെ പൂർണ്ണ തൃപ്തി അവന്റെ ഹലാലായ പെണ്ണിലൂടെ മാത്രമാ. ഒരു പെണ്ണിന്റെ പൂർണ്ണ തൃപ്തി അവൾക്ക് നിശ്ചയിക്കപ്പെട്ട ഹലാലായ ആണിലൂടെ മാത്രമാ. ഇങ്ങനെ ഇസ്ലാമിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ബോധ്യപ്പെടുത്തിക്കൊടുത്ത് സ്നേഹിച്ചും ബാധ്യതകളില്ലാതെ മനസ്സിന്റെ വിടവുകളില്ലാതെ പടച്ചോന്റെ മണ്ണ് കടക്കാൻ പറ്റിയാൽ മയ്യത്ത് നമസ്കാരത്തിന് ആള് കുറഞ്ഞാലും നമസ്കരിക്കാൻ നമ്മുടെ ശരീരം ആളുകൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഏതെങ്കിലും തീജ്വാലകളിൽ പെട്ട് വെന്ത് തീർന്നാലും ആഴക്കടലിൽ നശിച്ചു പോയാലും വെണ്ണീരായി മാറിയാലും അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്, ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ആ മനസ്സുമായി എന്റെ അരികിലെത്തുന്നവർക്ക് സ്വർഗമാണ് ഞാൻ ഒരുക്കി വെക്കുക എന്ന്. ആ സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് ജാമിയ നദവിയ. ആ സ്വർഗത്തിലേക്കുള്ള പണിക്കാരാണ് ജാമിയ നദവിയുടെ മക്കൾ. ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന സമൂഹമാണ് എന്റെ മുസ്ലിം ഉമ്മത്ത്. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ആരുന്നയിച്ചാലും കുറ്റപ്പെടുത്തലും കളിയാക്കലുകളും ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അവരെക്കാൾ എത്രയോ മെച്ചമാ നമ്മൾ. നമ്മളെ നാവ് പരിശുദ്ധമാ, നമ്മളെ മനസ്സ് പരിശുദ്ധമാ, നമ്മളെ ഹൃദയം പരിശുദ്ധമാ. നമ്മൾ സ്നേഹിച്ചത് റബ്ബിന് വേണ്ടിയാണെങ്കിൽ
നമ്മൾ അംഗീകരിക്കുന്ന ഖുർആനും ഹദീസും റബ്ബിന് വേണ്ടിയാണെങ്കിൽ ആളുകൾ വായിട്ടലച്ചാലും പരിഹസിച്ചാലും കളിയാക്കിയാലും അള്ളാഹുവിനോടൊപ്പം എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ടെന്നും ഞാൻ എന്റെ റബ്ബിന്റെ കൂടെയുണ്ടെന്നും ആത്മാഭിമാനത്തോടെ പറയാൻ സാധിച്ചാൽ അതാ ജീവിതത്തിന്റെ ഭംഗി, അതാ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഭൂതി. ആ വിശ്വാസികൾക്കൊരിക്കലും മുഖം കറുക്കുകയില്ല. ആ വിശ്വാസിയുടെ മനസ്സിലൊരിക്കലും പകയും വെറുപ്പും നിറയുകയില്ല. ആ പുഞ്ചിരിയും ആ നെറ്റിത്തടവും ആ വിയർത്ത നെറ്റിയുമായി നാഥനെ കണ്ടുമുട്ടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.